സൂസുന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു ബാഗും ഒരു വാച്ചും വാങ്ങിച്ചിരുന്നു. അത് കൊണ്ടുവന്ന വഴി തന്നെ ജോച്ചു അത് കണ്ടുപിടിച്ചു. കൊണ്ട് പൊതിയാനൊന്നും നിന്നില്ല, നേരെ മമ്മിയുടെ കയ്യിലോട്ടങ്ങ് കൊടുത്തു. കാണുമ്പോൾ മമ്മിയുടെ മുഖത്ത് സന്തോഷം കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മമ്മിയുടെ 63ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇതിനു മുമ്പ് 60ാമത്തെ ബർത്ത്ഡേക്കായിരുന്നു മമ്മി ഈ സമയത്ത് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് സാധിച്ചില്ല. ഞങ്ങൾ തന്നെ വീട്ടിൽ കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ ചെറിയ രീതിയിലൊരു തട്ടിക്കൂട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്ത്ഡേ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തിനാ എൻ്റെ ആവശ്യമില്ല, നാണക്കേടാണ് എന്നൊക്കെ കുറേ ഒഴിവുകഴിവുകൾ മമ്മി പറഞ്ഞു. ഇതിൻ്റെ അലങ്കാര പണികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ ബലൂൺസും സാധനങ്ങളും ഒക്കെ ഷീനിൽ നിന്നും ടെമ്മുന്നും ഒക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഓരോ പാഴ്സലും വന്ന് പൊട്ടിച്ച് അതിലെ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ മമ്മി ഭയങ്കര സന്തോഷവും ഭയങ്കര എക്സൈറ്റഡും ഒക്കെ ആയിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു കൊച്ചുകുട്ടി അതിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതായിരുന്നു അത് കഴിഞ്ഞുള്ള ഓരോ ദിവസങ്ങളിലും ഞാൻ മമ്മിയിൽ കണ്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്ര ആഘോഷം എന്നല്ലേ. എൻ്റെ മമ്മിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ സമ്മാനങ്ങളിലൊന്നാണ് ഈ ബർത്ത്ഡേ. പറയാനുള്ളത് 3 മിനിറ്റിലും എഴുതാനുള്ളത് 100 വാക്കുകളിലും ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരൊറ്റ വാക്കിൽ പറയട്ടെ, എന്നെ ഞാനാക്കിയ എൻ്റെ പോരാളികൾ, അതാണ് എൻ്റെ അപ്പനും അമ്മയും. പപ്പ ഞങ്ങളെ വിട്ടിട്ട് പോയ ഈ 12 വർഷങ്ങൾക്കിടയിൽ പപ്പയെ പലതവണ മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ദിവസം എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്തു. മമ്മിയുടെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുവാന്ന് പറഞ്ഞു കേട്ടപ്പോൾ മനുവിൻ്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മണിക്കുട്ടൻ്റെയും ടെൻഷനുടെയും പ്രസൻസ് മമ്മിക്ക് ഫീൽ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തിരഞ്ഞെടുത്തത്. ഇത് കൊടുത്തപ്പോൾ ഞാനും കിട്ടിയപ്പോൾ മമ്മി ഒരുപാട് ഇമോഷണലായിരുന്നു. ഞങ്ങളുടെ ഒരു ഫീലിങ്സ് അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ചില സമ്മാനങ്ങളില്ലേ നമുക്ക് ഭയങ്കരമായിട്ടും ആത്മബന്ധം തോന്നുന്ന ചില സമ്മാനങ്ങൾ, അതിനകത്തെ വിലയിലല്ല കാര്യം, അത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സന്തോഷവും കിട്ടുന്ന ആളുടെ മനസ്സിൻ്റെ സന്തോഷമല്ലേ അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. അതുപോലൊരു സമ്മാനമായിരുന്നു ഇത്. നമ്മുടെ വീടിൻ്റെ ബാക്കാലിൽ വെച്ച് തന്നെ ഈ പരിപാടി നടത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേരെ മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഒന്നും വിളിക്കാൻ പറ്റിയില്ല. ഞങ്ങളെ ക്ഷണിച്ച എല്ലാവരും വന്ന് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ഞങ്ങളുടെ ജീവിതത്തിലെ ഈ മനോഹരമായ നിമിഷങ്ങളെ കൂടുതൽ നിറമുള്ളതാക്കി മാറ്റുകയും ചെയ്തു. പപ്പയുടെയും മമ്മിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് മമ്മിയുടേതായ ഒരു ദിവസം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമ്മി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് സന്തോഷവതിയായിരുന്നു മമ്മി. എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിക്കുകയും ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കുകയും ഓടിച്ചാടി ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് നോക്കി നിന്നത്. ഇതിപ്പോൾ രാത്രി 1 മണി കേട്ടോ സമയം. രാവിലെ എഴുന്നേറ്റില്ല, നല്ല ക്ഷീണമുണ്ട്, പോയി കിടന്നുറങ്ങിക്കോ മമ്മി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് പൊട്ടിക്കാതെ ഞാൻ ഉറങ്ങത്തില്ല എന്ന് സൂസു. കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ തിരിച്ചു മറിച്ച് നോക്കി കാർഡിലെ വരികളൊക്കെ വീണ്ടും വീണ്ടും വായിച്ചിരിക്കുന്ന മമ്മി കണ്ടപ്പോൾ എനിക്കൊരു സംശയം, ഇതിന് ശരിക്കും 63 ആണോ അതോ 6 വയസ്സാണോ തികഞ്ഞതെന്ന്. മലയാളത്തിൽ 1000 ജന്മദിനാശംസകൾ. മലയാളം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായല്ലോ പ്രിയപ്പെട്ട അമ്മച്ചിക്ക്. മമ്മിയുടെ ഈ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഫീലുണ്ടല്ലോ, അതെങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കുറച്ച് അഹങ്കാരത്തോടു കൂടെ തന്നെ പറഞ്ഞോട്ടെ, ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈസെൽഫ്.